നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് സ്പീക്കറുകൾ വർക്ക് ചെയ്യുന്നത് AC സപ്ലൈയിലാണോ അതോ DC സപ്ലൈയിലാണോ. അതുമായി ബന്ധപ്പെട്ട് നിരവധി കമൻറ്റുകളാണ് വന്നത്. അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞത് AC സപ്ലൈയിലാണെന്നും കുറച്ച് ആൾക്കാർ പറഞ്ഞത് DC സപ്ലൈയിലാണെന്നും. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പരീക്ഷണ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സ്പീക്കറുകൾ വർക്ക് ചെയ്യുന്നത് AC സപ്ലൈയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് സ്പീക്കറുകളിൽ DC സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് സ്പീക്കറുകൾക്കെല്ലാം ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളിലേക്ക് DC സപ്ലൈ കണക്ട് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീക്കറുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ എന്തിനാണ് വെവ്വേറെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പരീക്ഷണം നടത്തുവാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു സ്പീക്കറുണ്ട്, പിന്നെ ഒരു 12 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫർ. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് DC സപ്ലൈ കൊടുക്കാനായിട്ട് ഒരു പവർ സപ്ലൈ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 9 വോൾട്ടാണ്. 8 മുതൽ 9 വോൾട്ട് വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് വരുന്നത് DC സപ്ലൈ ആണോ, എത്ര വോൾട്ട് കിട്ടുമെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയതിന് ശേഷം നമുക്ക് ഈ രണ്ട് സ്പീക്കറുകളിലേക്കും അത് വെവ്വേറെയായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം DC സപ്ലൈ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പവർ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് ടെർമിനലിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ മൾട്ടിമീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 8.24 വോൾട്ട് ഉണ്ടെന്നാണ്. 8 വോൾട്ട് നമുക്ക് കണക്കാക്കാം. ആ വോൾട്ടാണ് നമ്മൾ ഈ കണക്ടറിൽ നിന്ന് നമ്മുടെ സ്പീക്കറിലേക്ക് നേരിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെറിയ സ്പീക്കറാണ് എടുത്തിരുന്നത്. അതിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ വെള്ള വരെയുള്ള വയറാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ സൈഡിൽ ഒരു കറുത്ത വയറും. ഇവിടെ നമ്മൾ പവർ സപ്ലൈയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ വെള്ള വരെയുള്ള വയർ തന്നെ. നമ്മൾ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, വെള്ള വരെയുള്ള വയർ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. മറ്റേ വയർ നമ്മൾ നെഗറ്റീവിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്യും. അതിനു മുമ്പ് സ്പീക്കർ ഞാനൊന്ന് തിരിച്ചു വെക്കാം, നിങ്ങൾക്ക് എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിതിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിൻ്റെ കോണ് മുകളിലേക്ക് പൊങ്ങുന്നത് കാണാം. ഞാനിപ്പോൾ ടച്ച് ചെയ്ത് തന്നെ പിടിച്ചിരിക്കുകയാണ്. കണക്ഷൻ അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. സ്പീക്കർ മുകളിലേക്ക്, കോണ് മുകളിലേക്ക് മാത്രം പൊങ്ങി നിൽക്കുകയാണ്. ഞാൻ എടുക്കുമ്പോൾ അത് താഴേക്ക് താഴുന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ കണക്ട് ചെയ്യുന്നു, പൊങ്ങി നിൽക്കുന്നു, എടുക്കുമ്പോൾ താഴോട്ട് താഴുന്നു. ഇനി നമുക്ക് ഈ കണക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നെഗറ്റീവ് പോസിറ്റീവിലും പോസിറ്റീവ് നെഗറ്റീവിലേക്കും ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കണക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പീക്കറിലേക്ക് വരാം. ഇവിടെ ഞാൻ കണക്ഷൻ കൊടുക്കുകയാണ്. നോക്കുക, സ്പീക്കറിൻ്റെ കോണ് താഴോട്ടാണ് വലിയുന്നത്. ഞാൻ ടച്ച് ചെയ്യുന്നതനുസരിച്ച് അത് താഴേക്ക് വലിയുന്നു. ഒരുപാട് നേരം മുട്ടിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, കോയിൽ കത്തിപ്പോകും. അതുകൊണ്ടാണ് ജസ്റ്റ് കണക്ട് ചെയ്യുന്നു, തിരിച്ചെടുക്കുന്നു. കോണ് താഴോട്ട് തന്നെയാണ് വലിഞ്ഞു വരുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കാം. ഞാനിപ്പോൾ ടച്ച് ചെയ്ത് തന്നെ പിടിച്ചേക്കുവാണ്. പക്ഷേ പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. താഴോട്ട് വലിഞ്ഞിരിക്കുന്നു. എൻ്റെ കൈ അനങ്ങുന്നതുകൊണ്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. കണക്ഷൻ കണ്ടിന്യൂസ് കൊടുക്കുകയാണെങ്കിൽ താഴോട്ട് തന്നെ വലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വലിയ സ്പീക്കറിനൊന്ന് കണക്ഷൻ കൊടുത്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വയറുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ പോസിറ്റീവ് പോസിറ്റീവിലും നെഗറ്റീവ് നെഗറ്റീവിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ സ്പീക്കറിൽ നിന്ന് മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. ടച്ച് ചെയ്യാൻ പോവാണ് ഞാൻ, നോക്കിക്കോണം. സ്പീക്കറിൻ്റെ കോണ് മുകളിലേക്ക് പൊങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്നുകൂടെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കണക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, കോണ് താഴേക്കാണ് വലിയുന്നത്.
അപ്പോൾ കണ്ടിന്യൂസ് ഞാൻ പിടിച്ചിരിക്കുകയാണ്, താഴേക്ക് തന്നെ വലിഞ്ഞു നിൽക്കുകയാണ്, വൈബ്രേഷൻ ഉണ്ടാകുന്നില്ല. ഈ സ്പീക്കർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ കോയിലിനകത്ത് വേരിയേഷനുള്ള സപ്ലൈ വരണം. അങ്ങനെ സപ്ലൈ വരുമ്പോൾ ഈ കോണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തെ രീതിയിൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് സൗണ്ട് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കോയിലെ നമുക്ക് അതേപോലെ വൈബ്രേറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് DC കണക്ട് ചെയ്താൽ സാധിക്കില്ല, AC സപ്ലൈ ആണെങ്കിലേ അതിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു സംശയം, ഇതിലെന്തിനാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന 2 ടെർമിനൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്? സ്പീക്കറിൻ്റെ കോയിലിനകത്തൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന വൈബ്രേഷൻ മൂലമാണ് സൗണ്ട് വെളിയിലേക്ക് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ പോസിറ്റീവിൽ പോസിറ്റീവും കൊടുത്ത് നെഗറ്റീവിൽ നെഗറ്റീവുമാണ് കൊടുക്കുന്നതെങ്കിൽ സ്പീക്കറിൻ്റെ കോണ് മുകളിലേക്കാണ് വരേണ്ടത്. ഇത് തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ സ്പീക്കറിൻ്റെ കോണ് മുകളിലേക്ക് വരേണ്ടതിന് പകരം താഴേക്ക് പോകും. അപ്പോൾ നമ്മളൊരു സൗണ്ട് സിഗ്നൽ നമ്മൾ വൈദ്യുതിയായിട്ട് തന്നെ ഇതിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവിന് പകരം ഇവിടെ നെഗറ്റീവാണ് കൊടുക്കേണ്ടതെങ്കിൽ സ്പീക്കറിൻ്റെ കോണ് മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വേറെ ആയിരിക്കും. അതായത് മുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട സൗണ്ടിൽ നിന്നും വ്യത്യസ്തമായൊരു സൗണ്ടായിരിക്കും താഴേക്ക് പോകുമ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന പല സൗണ്ടുകളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതായത് ശരിക്കുള്ള മൈക്രോഫോൺ റെക്കോർഡ് ചെയ്തിരിക്കുന്ന അതേ ഫ്രീക്വൻസിയിലുള്ള അതേ സാധനമായിരിക്കില്ല നമ്മൾ കേൾക്കുന്നത്, അതിന് നേരെ വിപരീതമായിട്ടുള്ള സാധനമായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഈ പോസിറ്റീവിലേക്ക് നമ്മൾ പോസിറ്റീവും നെഗറ്റീവിലേക്ക് നെഗറ്റീവും കൊടുക്കേണ്ടത് അത് DC സപ്ലൈ അല്ല, AC സപ്ലൈ തന്നെയാണ്. ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സ്പീക്കറിൻ്റെ കോണ് മുകളിൽ ശരിയായ രീതിയിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ സ്പീക്കറിൻ്റെ കോണ് മുകളിലേക്ക് വരേണ്ടതിന് പകരം താഴേക്ക് പോകും. അപ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വേറെ ആയിരിക്കും. ആ സൗണ്ട് നമുക്കത്ര സുഖകരമായിട്ട് തോന്നുകയില്ല. അത് ഒന്നോ അതിലധികമോ സ്പീക്കറുകൾ കറക്റ്റായിട്ടുള്ള രീതിയിലും ഒരു സ്പീക്കർ തെറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഈ സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് വ്യത്യസ്തമാണ്, കറക്റ്റായിട്ടുള്ള സൗണ്ട് അല്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. സ്പീക്കറിൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊരു പുത്തൻ അറിവായെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. ഇതറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.